സർ, തിരുവനന്തപുരത്ത് ശശി തരൂർ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പില്ല. കാരണം തുടർച്ചയായിട്ട് അദ്ദേഹമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തരൂർ ഇപ്പോൾ ഇടങ്കോലിട്ട് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും തിരുവനന്തപുരത്തെ അവസ്ഥ? തരൂര് എന്തായാലും കോൺഗ്രസ് വിടുമെന്നും ഉറപ്പായി, അല്ലെ കോൺഗ്രസ് പുറത്താക്കുമെന്നും ഉറപ്പായി. കോൺഗ്രസ് പുറത്താക്കുമോ എന്നുള്ളത് ചിലപ്പോൾ സംശയമാണ്. പക്ഷെ തരൂരങ്ങ് പോകും. തരൂർ പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല പോകുന്നത്. ഇപ്പം ഇതുവരെയും കാര്യങ്ങൾ ഇത്രയും ചെയ്തത് തരൂർ കോൺഗ്രസിനോട് ചോദിച്ചിട്ടാണ്, ഒന്നുമല്ലല്ലോ. തരൂരിന് കൃത്യമായ മറുപടി കൊടുത്തല്ലോ. ആകാശം എൻ്റെ സ്വന്തമൊന്നുമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ ആർക്കും പറക്കാം, ചിറകുകളുണ്ടല്ലോ. തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ആസ്വദിച്ച്, രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം, നയതന്ത്ര കാര്യങ്ങളാണെങ്കിൽ അത് ഒക്കെ ആസ്വദിച്ച് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ആസ്വദിക്കുന്നു, ഒരു പ്രഭാഷകൻ എന്നുള്ള രീതിയിൽ ആസ്വദിച്ച് അത്തരത്തിലും ഒക്കെ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ആസ്വാദനമെല്ലാം കോൺഗ്രസ് എന്ന അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ അത് ഒരു പ്രതീക്ഷയോട് കൂടിയാണ് 2009 വന്നത്. കോൺഗ്രസ് ഇല്ലാതായി പോയത് ആരുടെ കുഴപ്പം? എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് സുകുമാർ അഴീക്കോട് പ്രസംഗത്തിലൊക്കെ പറയുമായിരുന്നു എപ്പോഴും, അഴീക്കോട് മാഷി കോൺഗ്രസ്സുകാരനായി, എനിക്കൊരു കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷേ എന്നേക്കാൾ മുമ്പേ കോൺഗ്രസ് മരിച്ചുപോയി എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ്സിൽ എനിക്ക് ചില പ്രതീക്ഷകളോടുകൂടിയാണ് വന്നത്, പക്ഷെ കോൺഗ്രസ് ഇങ്ങനെ ആയി പോയത് എൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് തരൂരിൻ്റെ വഴിയിലൂടെ പോകുന്നു. തരൂർ ഇപ്പം പിടിച്ചിരിക്കുന്നത് കോൺഗ്രസോ BJP യോ അല്ലെങ്കിൽ CPM ഒന്നുമല്ല. കാണുന്ന ചില കാര്യങ്ങൾ നല്ലതാണ്, മോശപ്പെട്ടതാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുന്നു. പഴയ രാഷ്ട്രീയ രീതികളൊക്കെ മാറിപ്പോയി. പുതിയ ശശി തരൂരിന് പ്രായോത്തരമുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിലെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതൊരു എഴുത്തുകാരൻ്റെ കഴിവ് കൂടിയാണ്. അത്തരത്തിലുള്ളൊരു കഴിവ് കൂടി ഉണ്ടല്ലോ. അപ്പൊ തരൂര് രാജ്യസ്നേഹിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ രാജ്യസ്നേഹം പ്രകടമായപ്പോഴാണ് നരേന്ദ്രമോദി ഒരു ചുമതല ഏൽപ്പിച്ചത്. ആ ചുമതല അത് ഏറ്റെടുക്കാൻ, അത് ഏൽപ്പിക്കാൻ എന്തുകൊണ്ടും ശശി തരൂർ സർവ്വതാ യോഗ്യനുമാണ്. അത് അതിഗംഭീരമായി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും നരേന്ദ്രമോദി വിടുന്നില്ല. അദ്ദേഹം ഇത്തരത്തിൽ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള നയതന്ത്ര കാര്യങ്ങളുടെ ഒക്കെ ഒരു സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള നീക്കമാണ്. അത് കഴിഞ്ഞ് ലോകത്ത് തന്നെ നയതന്ത്ര കാര്യങ്ങൾ ഇടപെടുന്ന ഒരു വലിയ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. തരൂർ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, തരൂരിന് തിരുവനന്തപുരത്തെ ഒരു MP എന്നുള്ളതല്ല ഭൂഷണം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയിലെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ വലിയ ഒരു നയതന്ത്ര സ്ഥാനത്തേക്ക്, ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും അല്ല തരൂർ ആഗ്രഹിക്കുന്നത്, അല്ലെ ഒരു BJP-കാരനായിട്ട് അങ്ങ് ഇരിക്കുക എന്നുള്ളതും അല്ല ആഗ്രഹിക്കുന്നത്. തരൂരിന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഈ കപലപ്രസംഗമൊക്കെ നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടൊന്നും നമ്മൾ കാണുകയേ വേണ്ട. അതിനപ്പുറമായിട്ട് തരൂരങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തരൂർ ആ ലോകത്ത് നിന്നാണ് ഇവിടെ രാഷ്ട്രീയത്തിൽ വന്നത്. അപ്പോൾ ഈ നയതന്ത്ര കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മാറും MP സ്ഥാനം. 2009, 2014, 2019, ഇപ്പൊ 2024 മത്സരിക്കുകയാണ്. 2009 മത്സരിക്കാൻ വന്നപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നതാണ്. മലയാളം അറിയാത്ത, എവിടെ നിന്നോ കെട്ടിയിറക്കിയ ദന്തഗോപുരത്തിൽ കഴിയുന്ന ഇദ്ദേഹത്തെയാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. നമ്മളിപ്പോ 2024 തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചപ്പോൾ നമ്മൾ വേറെ പ്രതീക്ഷിച്ചു തരൂർ പോകും. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തുടർച്ചയായ ഭരണം ഉണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. MP എന്ന് പറയുന്നത് സാറ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്ന ആറ്റുകാൽ പൊങ്കാല സമയത്ത് മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ യുവതലമുറ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ അസോസിയേഷൻ, ഫാൻസ് തന്നെ ഉണ്ടെന്ന് പറയും ഇവിടെ ഈ തിരുവനന്തപുരത്ത്. ഒരു പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജ് ഇതൊക്കെ കുറച്ച്
തലസ്ഥാനമാകുമ്പോൾ അറിയാമല്ലോ, വന്നു പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ, വന്ന് നിൽക്കുന്നവരാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളവരാണ് തലസ്ഥാനത്തുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇത്തവണയും കയറി, എം പി സ്ഥാനത്ത് കയറി എന്നുള്ളതാണ്. പക്ഷെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അതേപോലെ തന്നെ ഇനി ഇപ്പൊ റഷ്യയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് എത്തുമ്പോൾ ഹൈക്കമാൻഡുമായിട്ടുള്ള ചർച്ചകളിലുമൊക്കെ അദ്ദേഹം ഒരുപക്ഷെ ഇതിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് അദ്ദേഹം ഇടത്തിലായിരിക്കും, ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കും തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ട എന്നുള്ളത്. അങ്ങനെയെങ്കിൽ രാജ്യത്തിന് ഒരു പ്രധാന പദവി ചിലപ്പോൾ മോദി നൽകുമായിരിക്കും, അല്ലെ? ഇനി ഇതിനകത്തൂടെ എന്തായാലും തരൂർ ഈ എം പി സ്ഥാനമൊക്കെ രാജിവെക്കും. കാരണം ഇനിയും ഈ 2024 അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ സർക്കാരിന് ഇനിയും 4 വർഷം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് മാറുമെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ എതിരിട്ടത് രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാണിത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. ത്രികോണ മത്സരം ഒന്ന് പേരേ ഉള്ളൂ. 3ാം സ്ഥാനത്തേക്ക് LDF വളരെ താഴെയാണ് പോയിരിക്കുന്നത് CPI-യിൽ. അത് ഏറെക്കാലമായി. നമ്മളിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത തന്നെ ഇന്നലെ തന്നെ ആര്യ രാജേന്ദ്രനുമായിട്ട് BJP കൗൺസിലേഴ്സ് സ്ഥിരം അവർ തമ്മിൽ വാക്കുതർക്കങ്ങളാണ്. ഒരു തരത്തിലും ആര്യയെ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലാണ് കോർപ്പറേഷൻ പോകുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ. നമുക്കറിയാം അവരുടെ ഒരു ഭരണരീതിയൊക്കെ, മേയറുടെ ഒരു ഇത്. അപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJP-യിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ച് സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് കോർപ്പറേഷൻ തിരുവനന്തപുരം നഷ്ടപ്പെട്ടത്. അടുത്ത തവണ കോർപ്പറേഷൻ BJP അതിനെ പിടിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം ഈ ഒരു പ്രത്യേകിച്ച് മേയറുടെ ഒരു ഭരണം അത്ര രസിക്കുന്നില്ല ജനങ്ങൾക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ തരൂർ മാറുവാണെങ്കിൽ അവിടെ പിന്നീട് ഒരു BJP നിഴലാണ് കാണുന്നത്. അല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയൊന്നും പോകണ്ട. അതിനു മുമ്പായിട്ട് തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. 15,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് തരൂർ ഇത്തവണ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചത്. ഓരോ തവണയും വരുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞ് വരികയാണ്. കാരണം BJP അത്രത്തോളം ഇവിടെ ഇടം പിടിച്ചു എന്നുള്ളതാണ്. ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിനെ BJP കേന്ദ്ര നേതൃത്വം തന്നെ ഇറക്കിയതാണ്. കേന്ദ്ര സഹമന്ത്രി ആയിരുന്നു, വലിയ ഒരു വ്യവസായിയാണ്. തിരുവനന്തപുരത്തെക്കുറിച്ച് അദ്ദേഹം വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടുകൾ മുഴുവൻ ഇദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി നിന്നുകൊണ്ട് കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് മാറുമ്പോൾ ഇത് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെ അല്ല, ഒരു BJP-ക്ക് ഇടം കിട്ടുന്ന ഒരു മണ്ഡലമായി മാറും. തൃശ്ശൂരിനേക്കാൾ മുമ്പ് BJP എടുക്കേണ്ട മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്നതുകൊണ്ടാണ് അവിടെ വിജയം വേറൊരു തരത്തിലേക്ക് മാറിയത്. BJP 2019 സുരേഷ് ഗോപിയോട് മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷെ മണ്ഡലത്തിൽ നിന്ന് മാറിയില്ല. മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും ജനകീയ കാര്യങ്ങളായാലും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ട് ഒരു സജീവ സാന്നിധ്യമായി മാറി എന്നുള്ളതാണ്. CPI-യുടെ മണ്ഡലം കൂടിയായിരുന്നു. CPI-ക്ക് ഏറെ ക്ഷീണമുണ്ടാക്കി ഈ BJP-യുടെ വിജയം അവിടെ. അങ്ങനെ ഒരു എ ക്ലാസ് മണ്ഡലമായി നിന്നത്, ആദ്യം മുതലേ നിൽക്കുന്നത് തിരുവനന്തപുരമാണ്. ഒരിടയ്ക്ക് തിരുവനന്തപുരം വിജയത്തോട് അടുത്തതാണ്. തീരദേശത്തെ വോട്ടാണ് പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുന്നത്. അതും കൂടി BJP ഇനിയിപ്പോൾ പതുക്കെ ആ വോട്ടുകൾ സമാഹരിക്കാൻ തരൂര് വരുമ്പോൾ, തരൂർ തിരിച്ചെത്തുമ്പോൾ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് സാറ് കാണുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് പോയത്. ഏക തെരഞ്ഞെടുപ്പാണ് നല്ലത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉത്സവം പോലെ, ഓരോ ക്ഷേത്രങ്ങളിലെ ഉത്സവം പോലെ അവിടെ ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടികളെ ഒരു ചില പാർട്ടികൾക്ക് ഫണ്ടുണ്ട്, ചില പാർട്ടികൾക്ക് ഫണ്ടില്ല. പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, അവരുടെ മൂട് ഇളക്കുന്ന തരത്തിലായിപ്പോവും. എന്തായാലും നിലമ്പൂര് LDF UDF ആണെങ്കിലും തിരുവനന്തപുരത്ത് ചിലപ്പോൾ UDF BJP എന്നതിലേക്ക് മാറത്തില്ലേ? അല്ലല്ല, അങ്ങനെ വരില്ല. BJP UDF ഇവിടെ തരൂരിന് തുല്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയൊന്നും ഇറക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ ഇവിടെ ആളില്ല എന്നുള്ളതാണ്. CPI-ക്ക് സംബന്ധിച്ചിടത്തോളം അവർക്കും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ആരെങ്കിലും ഒരാളെ നിർത്തണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് പന്നിയൻ രവീന്ദ്രനെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്തത്. ഇതിപ്പം BJP-ക്ക് അനുകൂലമായിട്ട് ഇവിടെ മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. തരൂർ എന്തായാലും MP സ്ഥാനം രാജിവെക്കും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.